ഹൃദയപൂർവ്വം കണ്ടു. നല്ലൊരു സിമ്പിൾ മൂവി. അതായത് പണ്ട് ഈ 90കളിലൊക്കെ മോഹൻലാൽ സത്യനന്ദിക്കാപ്പം പോലെയൊക്കെ വന്നിരിക്കുന്ന ആ ഒരു സിനിമനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള നല്ല നൊസ്റ്റാൾജിയൊക്കെ തന്നെ നല്ല വൈബോടെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ മൂവി. മോഹൻലാൽ ഇതിലൊരു സിമ്പിൾ ക്യാരക്ടറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതായത് ആ ഒരു സ്റ്റാർ വാല്യൂവിന്റെ വെയിറ്റേജോ ഒന്നുമില്ല. സിമ്പിൾ മോഹൻലാൽ ക്യാരക്ടർ. ഈ ഓണം വെക്കേഷന് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ച് പോയി ഹൃദയപൂർണതയോടെ കണ്ടു തിരിച്ചു വരാൻ പറ്റിയ അങ്ങനെ ഒരു സിനിമ. ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത് അഖിൽ സത്യനാണ്. അത് എന്തായാലും നന്നായി. കാരണം അഖിൽ സത്യൻ എഴുതിയത് കൊണ്ട് തന്നെ പുള്ളി ഈ ജനറേഷനിൽ പെട്ട ഒരാളാണ്. അപ്പൊ ഈ ഇന്നത്തെ കാലത്തെ സൊസൈറ്റിയിൽ വന്നിരിക്കുന്ന ആ ഒരു അപ്ഡേഷനും മാറ്റങ്ങളൊക്കെ സ്റ്റോറി ടെല്ലിങ്ങിൽ നല്ല റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായി. നന്നായി അഖിൽ സത്യൻ തന്നെ ഇതിന്റെ സ്റ്റോറി എഴുതിയത്. ഇതിലെ കാസ്റ്റ് എന്ന് പറയുമ്പോൾ മോഹൻലാൽ, സംഗീത് പ്രതാപ്, മാളവിക മോഹൻ, പഴയ നടി സംഗീത, സിദ്ദിഖ്, ലാലു ലക്സ്, പിന്നെ ഇതിൽ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. താഹാത്തക്ക്, അരുൺ പ്രദീപ്, പിന്നെ ഒരാളുണ്ട് മോഹൻലാലിന്റെ ഹോട്ടലില് ജോലി ചെയ്യണ ഒരാളാ. ഒരു പുള്ളി നല്ല രസമുണ്ടായി, അടിപൊളി ആക്ടിങ്, പുള്ളിയുടെ കോമഡിയൊക്കെ സൂപ്പർ ആയിരുന്നു, നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പുള്ളി എന്തായാലും കയറി വരും നല്ലൊരു ആക്ടർ ആവാൻ, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടർ ആവാനായിട്ട് സാധ്യതയുണ്ട്. സംഗീത് പ്രതാപ് എല്ലാ സീനും കയറി സ്കോർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ വളരെ നാച്ചുറൽ ആയിട്ട്, അത് ആ ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. മോഹൻലാലും സംഗീതം ത്രൂ ഔട്ട് ഉണ്ട് ഈ സിനിമയിൽ. അവരമ്മിലുള്ള കോമ്പിനേഷനും അവരമ്മിലുള്ള കെമിസ്ട്രിയും ഒക്കെ സ്ക്രീനിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായി. വല്ലാത്തൊരു അനുഭവം. പിന്നെ സിദ്ദിഖ് ഇതിൽ ചെയ്തിരിക്കുന്നത് ക്രൂക്കഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മ ഈ ബന്ധുക്കളുടെ ഇടയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള, എല്ലാം തനിക്ക് തട്ടിയെടുക്കണമെന്നുള്ള ആ ഒരു മനോഭാവമുള്ള ആ ഒരു ക്യാരക്ടർ പുള്ളി അത് നാച്ചുറൽ ആയിട്ട് സിദ്ദിഖിനെ അറിയാല. നല്ല നടന. പുള്ളിക്ക് ഇതൊക്കെ എന്ന് വെച്ചാൽ കേക്ക് വാക്ക. ലാലു ലക്സ് ഇങ്ങനെ ഇടക്ക് വരും. മോഹൻലാലായിട്ട് ചില കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട്. പുള്ളിനെ കാണുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു നൊസ്റ്റാൾജിയ ഫാക്ടർ ഉണ്ടല്ലോ. അതായത് പുള്ളി എന്നൊക്കെ പറയുന്ന പണ്ട് ഒട്ടുമിക്ക എല്ലാ സിനിമയിലും പുള്ളി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ കുറെ നാളായിട്ട് അങ്ങനെ സിനിമയിൽ ആക്റ്റീവ് അല്ല. പുള്ളിനൊക്കെ കണ്ടപ്പോ കിട്ടുന്ന ആ ഒരു നൊസ്റ്റാൾജിയ ഫാക്ടർ. പിന്നെ പുള്ളി വരുമ്പോ വർക്ക്ഔട്ട് ആവുന്ന ചില കോമഡികളൊക്കെ ഉണ്ട്. അതൊക്കെ സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ കോമഡി സീൻസും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അങ്ങനെ പാളിപ്പോയതായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം കറക്റ്റ് ലാൻഡ് ചെയ്യണം, പെർഫെക്റ്റ് ലാൻഡിങ് ആയിരുന്നു. ഇതിൽ പാരിജാതൻ, അതായത് നമ്മുടെ മറിമായത്തിലെ പാരിജാതൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ച ആ പുള്ളി ഒരു സീനിൽ വന്നു പോയിട്ടുണ്ട്. പുള്ളി അടിപൊളിയായിരുന്നു. പുള്ളി ഒരു രക്ഷയില്ല, സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിൽ ജോസഫ് ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ബേസിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മാളവിക മോഹൻ ആണ് ഇതിലൊരു മാളവിക മോഹന്, അതുപോലെ തന്നെ പഴയ നടി സംഗീത ഇതിലെ ഹീറോയിൻസ് എന്ന് പറയാ. അവർക്ക് കിട്ടിയ വേഷങ്ങൾ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഇതില് പിന്നെ ഒരു സീനില് ബാബുരാജ് ഉണ്ട്. ബാബുരാജ് നല്ല അടിപൊളിയായിരുന്നു. പുള്ളി ഒരു രക്ഷയില്ല. പുള്ളി സൂപ്പർ ആയിട്ട് തന്നെ നല്ല രസമുണ്ടായി. നല്ല നല്ല രസമുള്ള കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ, ഒരു സിമ്പിൾ മൂവി, ഒരു ക്ലീൻ എന്റർടൈനർ എന്ന് പറയാ. എല്ലാവർക്കും കാണാം. ഇന്ത്യൻ ജനറേഷനിൽപ്പെട്ട ആള്, ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയാൻ ഫാമിലി ഓഡിയൻസ് എന്ന് പറയാം. പക്ഷെ എന്നാലും അങ്ങനെ ഇല്ല. അതായത് ഫാമിലി ഓഡിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പെടില്ല. എല്ലാവരും ഒരുമിച്ച് പോയി കാണുന്നതിനല്ല ഫാമിലി ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജനറേഷനിൽപ്പെട്ടായിക്കോട്ടെ, ഇനി മുന്നത്തെ ജനറേഷനിൽപ്പെട്ടവരായിക്കോട്ടെ, അതിന്റെ മുന്നത്തെ ജനറേഷനിൽപ്പെട്ട എല്ലാവർക്കും കണക്ട് ആവാൻ പറ്റുന്ന ഒരു ആക്ടറാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിയായിട്ട് ആർക്ക് വേണമെങ്കിലും കണക്ട് ആവാം. പുള്ളി അതുപോലെ തന്നെ ആരായിട്ട് അഭിനയിച്ചാലും നല്ല കെമിസ്ട്രി വർക്ക്ഔട്ട് ആവണം. അങ്ങനെ ഒരു നടനാണ്. ഇതിലെ സംഗീതമൊക്കെ ആയിട്ടുള്ള ആ ഒരു കെമിസ്ട്രിയും ആ ഒരു നല്ല രസമുള്ള ഒരു സിമ്പിൾ മൂവി. എല്ലാരും കാണണം. എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. സൂപ്പർ പടം. പേര് പോലെ തന്നെ നമ്മൾ കണ്ടു കഴിയുമ്പോ ആ ഒരു ഹൃദയപൂർണത അത് കിട്ടും.